Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ SAക്ക് 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ വരാറ്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കമ്പൽസറി SA പ്രോബ്ലം എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി. ഇപ്പോൾ ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് വരിക. കമ്പൽസറി ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. ട്രയൽ ബാലൻസ് തരും, അതിൽ നിന്ന് നമുക്ക് അല്ലേ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ അതാണ് മിക്കതും വരാറ്. അപ്പോൾ ഷെഡ്യൂളുകളൊക്കെ നന്നായിട്ട് നോക്കാം. അപ്പോൾ ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റവന്യൂ അക്കൗണ്ടിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് പ്രോബ്ലമായിട്ട് പിന്നെ കണ്ടുവരാറ്. റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ അത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ്. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പ്രോബ്ലം. ഈ 2 പ്രോബ്ലംസും കമ്പൽസറി ആയിട്ട് വരാറുള്ളതാണ്. പിന്നെ വരുന്ന ടോപ്പിക്സ് ഒക്കെ മാറി വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരാറുള്ളത് പ്രോബ്ലം ആയിട്ട് അതിൻ്റെ തിയറിയും വരാറുണ്ട്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലവും വരാറുണ്ട്. അതുപോലെ തന്നെ തിയറിയും ചോദിക്കാറുണ്ട്. തിയറിയിൽ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനു വേണ്ടിയിട്ടാണ്. തിയറിയിൽ വരുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടിയിട്ടും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് എന്നുള്ളത് ചോദ്യം. ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. അപ്പോൾ പ്രോബ്ലം ഒരു പ്രാവശ്യം ഇതിൻ്റെ തിയറിയും ചോദിച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോമാറ്റും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ തിയറിറ്റിക്കലി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം തിയറിയും രണ്ടും വന്നിട്ടുള്ളതാണ്. പിന്നെ ഇനി റിഡംഷനിൽ നിന്നാണ് ചോദ്യം വരാറ്. മിക്കതും തിയറി ആയിട്ടൊരു ചോദ്യം റിഡംഷനിൽ നിന്നാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ തിയറിയും വരാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. ജനറൽ എൻട്രി ചെയ്താൻ വേണ്ടിയിട്ട് തിയറി വരാറ് എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള തിയറിയും. പിന്നെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലവും വരാറുണ്ട്. പ്രോബ്ലം വളരെ എളുപ്പമാണ്, റിഡംഷൻ പ്രിഫറൻസ് ഷെയറിൻ്റെ. അപ്പോൾ ഇത് മറ്റൊരു ചോദ്യം. പിന്നെ വരാറുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷനാണ്. അതിൽ തിയറിയും അതിൻ്റെ പ്രോബ്ലം അതിലും വരാറുണ്ട്. പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിബഞ്ചേഴ്സിൻ്റെ ഒരു പ്രോബ്ലം കാണാറുള്ളതാണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അതിൻ്റെ തിയറിയും വരാറുണ്ട്, അതിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. പിന്നെ സിങ്കിങ് ഫണ്ട് മെത്തേഡില്ലേ, അതെങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് തിയറിറ്റിക്കലി ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന ഡിബഞ്ചേഴ്സിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ് കേട്ടോ. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ എങ്ങനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നടക്കുന്നത്, അതിൻ്റെ ജേണൽ എൻട്രി ചെയ്താൻ വേണ്ടിയിട്ടുള്ള
തിയറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലവും രണ്ടും വരുന്നതാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് പാർട്ട് സിയിൽ മാറി മാറി വരാറ്. അപ്പോൾ എന്തൊക്കെയാ 3 പ്രോബ്ലംസ് ഒരു തിയറി ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞു. കമ്പൽസറി ആയിട്ട് വരാറുള്ള പ്രോബ്ലം 3 മിക്കതും ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനി കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. റവന്യൂ കോർപ്പറേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ പ്രോബ്ലത്തിൽ വരാറുണ്ട്. പിന്നെ തിയറി ആയിട്ട് ഒരൊറ്റ പ്രാവശ്യമാണോ എന്നുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ചോദ്യം. റിഡംഷനിൽ നിന്ന് ഒന്നെങ്കിൽ അത് തിയറി ചോദ്യമായിട്ട് ഇടാം, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടും വരാറുണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ തിയറി, കണ്ടീഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ചോദിക്കാം. പിന്നെ അതിൻ്റെ പ്രോബ്ലം, ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. അതല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ പ്രോബ്ലം, പർച്ചേസ് ഓഫ് ഓൺ ഷെയർസ് ഡിബഞ്ചേഴ്സ് എന്നുള്ള പ്രോബ്ലം. പിന്നെ അതിൻ്റെ തന്നെ തിയറിയും ചോദിക്കാം. അതിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ജേണൽ എൻട്രിയും അതിൻ്റെ കാര്യങ്ങളും നോക്കുക. 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് പിന്നെ വരുന്നത്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.